Hi friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ട് ഓണസദ്യയിലുള്ള വിഭവങ്ങളാണ് നമ്മൾ ഇനി ഉള്ള ദിവസങ്ങളിൽ ഇടാൻ പോണേ. അപ്പോൾ അതേ തുടർന്ന് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ചിങ്ങം 1 ഇനി ഓണത്തിനോട് അടുത്ത് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഓണത്തിനുള്ള കറികൾ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഇന്നിപ്പോൾ കളർഫുള്ളായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്, ബീറ്റ്റൂട്ട് പച്ചടി. അത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഒരു ബീറ്റ്റൂട്ട്, ഇതുപോലെ ഒരു ബീറ്റ്റൂട്ട് ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ തേങ്ങ കഴിഞ്ഞ് പിന്നെ വേണ്ടത് തൈര്. ഒരു കപ്പ്, ഏതാണ്ട് ഇതേ അളവിൽ തന്നെയാണ് തേങ്ങയും വേണ്ടത്. ഈ ഒരു കപ്പ്, ഒരു ഗ്ലാസ് എന്നുള്ളതിൽ ഇത് ഇങ്ങനത്തെ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കടുക്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയേ ഉള്ളൂ. ഒരു 3-4 കറിവേപ്പില. പിന്നെ വേണ്ടത് പച്ചമുളക്. അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇവിടെ ഒരു 4 ചെറിയ മുളകാണ്, 4 എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് തേങ്ങയുടെ കൂടെ അരയ്ക്കേണ്ടതാണ് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിനെ നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കടുകും ജീരകവും, അതും അരയ്ക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇവിടെ ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെയാണ്, അതായത് ഒരു അരമുറി, ചെറിയ തേങ്ങയുടെ ആണെങ്കിൽ ഒരു അരമുറി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. നമ്മൾ ഏത് കപ്പിൽ തൈര് എടുക്കണം അതേ കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് നിറച്ച് തേങ്ങ എടുത്താൽ മതി. പിന്നെ ബീറ്റ്റൂട്ട് അധികം എടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ അളവെല്ലാം കൂടും. ഇവിടെ ഇപ്പോൾ ഒരു ബീറ്റ്റൂട്ട്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരയ്ക്കാനായിട്ടത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് മാതിരി അരയണം, നമ്മൾ നന്നായി അരയ്ക്കണം ഇതിന്. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് കട്ട് ചെയ്തിട്ട്, ഇത് 2 വിധത്തിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ വലിയ പീസായി കട്ട് ചെയ്തിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്തിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് വേവിക്കാം. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടും വേവിച്ചെടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യാം. വേവിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ വലിയ പീസായിട്ടിട്ട് വേവിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിത് പാത്രത്തിൽ വേവിക്കാനായിട്ട് വെക്കാം. ഇതിട്ടിട്ട് കുറച്ച് വെള്ളം മതി, അധികം വേണ്ട. ഇത് ജസ്റ്റ് ഇത് വേവാനുള്ള അത്രയ്ക്കും വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. പിന്നീട് വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടുകയും ചെയ്യാം. ഇതിട്ടിട്ട് നമുക്ക് വയ്ക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. വെള്ളം നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. വേവാനായിട്ട് കുറവാണെങ്കിൽ നന്നായി വേവുന്നത് വരെ വെക്കാം. നമ്മുടെ ബീറ്റ്റൂട്ട് നമ്മൾ വെച്ചത് ആയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. നമ്മൾ തേങ്ങ അരച്ച് വെച്ചതുണ്ടായിരുന്നല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ വേണം തേങ്ങ അരയ്ക്കണത്, ഭയങ്കര വെള്ളം മാതിരി ആവരുത്.
ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. തേങ്ങ ആഡ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്യാം. ഇതാ നമ്മുടെ ബീറ്റ്റൂട്ട് തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് ആയിട്ടുണ്ട്, നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഞാനിതിൽ മുഴുവൻ ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിച്ചിട്ട് പുളി നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം. തൈര് അധികം വെള്ളം മധുരം ആവരുത്, കുറച്ച് കട്ടിയുള്ള തൈര് വേണം ഒഴിക്കാൻ. ഇതിപ്പോൾ ഇത്തിരി വെള്ളമായിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. തൈര് ഒഴിക്കുന്ന കാരണം അധികം തിളയ്ക്കാനിടണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്, ചൂടായാൽ മതി, തിളയ്ക്കാൻ വിടണ്ട. തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കൺസിസ്റ്റൻസി കുറച്ച് വെള്ളം കൂടിയ മധുരമാണ്, ആ തൈരിലുണ്ടായിരുന്ന വെള്ളമാണ്. ഇനി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് ഒന്ന് കട്ടിയായി വരും. ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് താളിച്ചൊഴിക്കാം. പിന്നെ നമുക്ക് താളിച്ചൊഴിക്കാം. താളിക്കാനായിട്ട് കടുകിട്ട് പൊട്ടുമ്പോൾ വറ്റൽമുളക് ഇടാം. കടുക് പൊട്ടിൻ്റെ ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇടാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടിയിലേക്ക് ഒഴിക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റർ ബ്രോനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.